ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഖില. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീ ആൻഡ് ബി വ്ളോഗ്സ്. അങ്ങനെ ഇന്ന് നമ്മുടെ ഡേ 2 വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല മഴയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഇതേ വിളക്ക് കൊളുത്താൻ പോവാണ്. അങ്ങനെയുള്ള ഭവാനെന്നുടെ ജഠരത്തായത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിന്റെ വിളക്ക് കൊളുത്തലെല്ലാം കഴിഞ്ഞു. മഴയാണ്, മൊത്തത്തിൽ മഴ. അപ്പോൾ നമുക്കിനി പൂ പൊട്ടിക്കാൻ പോവാം. മുക്കുറ്റിയും പൊട്ടിച്ചു കൊടുക്കാൻ പറ്റും. ഇതാ അടുക്കളയിലായിട്ട് വന്നിക്കാണ്. അപ്പോൾ രാവിലെ ഇന്ന് വെള്ളയപ്പും ഇഷ്ടുക്കറി ഉണ്ടാക്കാന്ന്. എന്തമ്മ എന്തുണ്ടാക്കാൻ പോണ്? കറി വയ്ക്കുക, പയറുപ്പേരി. ചാറുകറി എന്താ വയ്ക്കണേ? തക്കാളിയും പരിപ്പും കറി. വെള്ളയപ്പും ഇഷ്ടുക്കറി ഉണ്ടാക്കാല്ലേ? ഞാൻ മാവ് പൊന്തി വന്നിട്ടുണ്ട്. ചെയ്യണം വേണ്ടിയാണ് മാവ് നമുക്ക് സെറ്റാക്കാം. ഉപ്പിട്ടോ? അങ്ങനെ ഇതേ മാവെല്ലാം അവിടെ കലക്കി സെറ്റാക്കി വെച്ച ശേഷം ഇതേ നമ്മൾ കറിയിലോട്ടുള്ള ഐറ്റംസൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ ഇഷ്ടുക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ട ഉരുളക്കിഴങ്ങും സബോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ യാദവൻ നല്ല ഉറക്കമാണ്, എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ അവ എഴുന്നേൽക്കുമ്പോഴേക്കും മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ. കാരണം മോൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവൻ്റെയും കാര്യങ്ങളും നോക്കണം, ഇതും ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കർക്കിടക മാസം നമ്മുടെ വീട്ടിൽ ഒരാഴ്ച കോറ, പിന്നെ ഉലുവക്കഞ്ഞി, പയറ് കഞ്ഞി, ആവിൽ കഞ്ഞി, ഇടിഞ്ഞൽ കഞ്ഞി അങ്ങനെയൊക്കെ വെക്കാറുണ്ട്, മരുന്ന് കഞ്ഞിയൊക്കെ. അപ്പോൾ അമ്മയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അടുത്ത ആഴ്ച മുതൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇങ്ങനെയൊക്കെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ്, സബോള, പച്ചമുളക്, ഇഞ്ചി. ഇനി നമ്മൾ തേങ്ങാപ്പാലാണ് ആവശ്യം കേട്ടോ. അപ്പോൾ അതിന് നാളികേരം ഉടച്ച് തേങ്ങാപ്പാൽ എടുക്കാം. 2 പാല് വേണം, 1-ാം പാലും 2-ാം പാലും. നിങ്ങൾ വയ്ക്കുന്ന രീതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനിങ്ങനെ വെക്കാറ്. നമുക്കിനി തേങ്ങ ചേരാം. ഓ, എൻ്റെ ഒരു സ്കില്ലേ! ഞാൻ പോവാണ്ട് കരയുന്നുണ്ട്. അവൻ ഉറങ്ങി എണീക്കുമ്പോൾ അവന് അവൻ്റെ അമ്മേനെ കാണണം. അല്ല പൂ അഞ്ചിനാണ്ടി അമ്മ എന്നല്ലോ. ഗുഡ് മോർണിംഗ്. കയ്യണ്ട അമ്മേക്കാളോ എൻ്റെ മോനെ. ആ, അപ്പോൾ നമുക്കിത് 1-ാം പാലും 2-ാം പാലും റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും യാദുമോൻ എഴുന്നേറ്റു. അപ്പം എനിക്ക് അവൻ്റെ കാര്യങ്ങൾ നോക്കാം. പെട്ടെന്ന് ചെയ്യാം കേട്ടോ, ഈസി ആയിട്ട് കുക്കറിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങും സബോളയും പച്ചമുളകും ഇഞ്ചിയും നമ്മൾ കുക്കറിലോട്ട് ഇടുക ഒരുമിച്ച്. എന്നിട്ട് ഈ 2-ാം പാലും ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് വിസിലടിപ്പിച്ചാൽ മതി. 1 വിസിൽ മതി, അല്ലെങ്കിൽ 2 വിസിൽ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ തുറന്ന് നല്ലപോലെ ഇതായ ശേഷം നമ്മൾ 1-ാം പാൽ ഒഴിക്കുക. എന്നിട്ട് തിളപ്പിക്കരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മീതെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആട്ടോ. എല്ലാ കുക്കറും അമ്മടിച്ചണോ? ബ്രഷ് ചെയ്യണ്ടേ, നമുക്ക് കുളിച്ചണ്ടേ, എണ്ണ തേച്ചണ്ടേ, കുളിച്ചണ്ടേ. യാദു ഗുഡ് മോർണിംഗ്. ഞാൻ
രാവിലെ തന്നെ ബോള് കളിച്ചാണോ അമ്മീ? അങ്ങനെ യാദക്കുട്ടന് കുളിക്കാൻ വേണ്ടി ഞങ്ങൾ വെള്ളം വെച്ചിട്ടുണ്ട്, കറി സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ നമുക്ക് പോയിട്ട് തുണികൾ കഴുകിയിട്ട് വന്നാലോ യാതു? ഓക്കെ പറയൂ. ഓക്കെ, തുണികൾ കഴുകി വന്നു ഗൈസ്. പിന്നെ ഇനിയിപ്പോൾ യാദക്കുട്ടനെ എണ്ണ തേച്ച് കുളിപ്പിക്കാന്ന് വിചാരിച്ചു. കറി ഇതാ അവിടെ ഇനി രണ്ടാം പാലം ഒഴിച്ച് ഇറക്കേ വേണ്ടുള്ളൂ. യാദക്കുട്ട എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ചടപടയായിരിക്കും. ഇനി നമുക്ക് അപ്പം കഴിച്ചാട്ടോ. ഇത്തിരി വലിയ കുറിയായി പോയി, സമ്മതിക്കാത്തോണ്ട് ഒറ്റ വര വരച്ചതാ അല്ലേ. മുക്കുറ്റിക്കുറി മമ്മ തൊട്ടുതരും. മമ്മയുടെ അടുത്ത് പോയിക്കോളൂ, മുക്കുറ്റിക്കുറി തൊട്ടുതരും. അമ്മച്ചി അപ്പം ഉണ്ടാക്കണ്ടേ? അതുപോലെ അപ്പം ഉണ്ടാക്കണം, അമ്മച്ചി അപ്പം ഉണ്ടാക്കണം. നമ്മ എടുക്കും, പോയിക്കോളൂ. നമ്മ മുക്കുറ്റിക്കുറി തൊട്ടു സുന്ദരനായിട്ടുണ്ട്. അതിഷ്ടാണല്ലോ കുട്ടിക്ക് കുറി തുറന്നത്. ഹായ് പറയൂ അതും എല്ലാവർക്കും. ഹായ് ഹായ് ടാറ്റാ കേട്ടോ. ടാറ്റാ. വേഗം അപ്പം ഉണ്ടാക്കിട്ട് തരാം അതിന്. പപ്പടി മേടിച്ചാൽ നോക്കുക. ഓ അങ്ങനെ ഇതേ സമയം 8:30 കേട്ടോ. 8:30 ഏകദേശം ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം. നിങ്ങളുടെ ഒരു എത്ര മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല? മമ്മി മോനും അപ്പം ആൻഡ് ഇഷ്ടക്കറി കഴിക്കാൻ പോകുന്നു. അപ്പം ഇഷ്ടമുണ്ടോ? ഹലോ ഗൈസ്, ഇതെന്താ ചേച്ചിക്ക് ഇത് തന്നെയാണോ പണിയുന്നില്ലേ? അത് അച്ചൂര് ഹായ് പറഞ്ഞേ. ഡെയിലി വ്ളോഗ് 7 days എടുക്കാന്ന് വിചാരിക്കുന്നുണ്ട്. നടക്കാന്നൊന്നും അറിയില്ല. എല്ലാവരും അച്ഛനൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട്, അതുപോലെ അച്ഛനും ഒരു യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ ഇപ്പോൾ വീഡിയോസ് ഒന്നും ഉണ്ടാറില്ല. യൂട്യൂബ് ചാനലിൻ്റെ പേര് ഓട്ടോമോട്ടീവ് എന്നാണ്. ഇൻസ്റ്റ ഐ ഡി എന്താടാ? അക്ഷയ് അല്ലേ? ഞാൻ കാപ്പി വെച്ചു ഗൈസ്. അപ്പോൾ മമ്മി മോനും കൂടെ കഴിക്കാൻ ഇരുന്നിട്ട് അവൻ കഴിച്ചില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അവ ഇരുന്നാലും ഞാൻ വാരി കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നല്ല മടിയാണ് യാതുമോന് ഫുഡ് കഴിക്കാൻ, എന്നാലും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ അച്ചു വീഡിയോ കോൾ ചെയ്ത് അവനോടൊക്കെ സംസാരിച്ച് അതൊക്കെ കഴിഞ്ഞതേ ഞാൻ ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ എന്തൊരു മടിയാണെന്നറിയോ യാതുമോന്, എന്നാലും നിർബന്ധിച്ച് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ചില ഫുഡൊക്കെ അവൻ പെട്ടെന്ന് കഴിക്കും, ചിലത് കഴിക്കാൻ മടി. അങ്ങനെ ദേ ഞാനും ഫുഡ് കഴിക്കുകയാണ്. വെള്ളയപ്പം ഇഷ്ടക്കറിയും നല്ലതായിരുന്നു കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കണേ, യാതുമോൻ അവിടെ ദിവാങ്കോട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ പേടിച്ചിട്ട് നോക്കണതാണ്. പിന്നെ ഇത് ഞാൻ കഴിച്ചവിടെയൊക്കെ വേഗം ഒന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു തുടച്ചിട്ട്. പിന്നെ അമ്മ പോവാൻ വേണ്ടി റെഡിയാവുകയാണ് ഗൈസ്. അമ്മ റെഡിയായോ? ഇന്നലെ അമ്മേനെ വീഡിയോയിൽ അമ്മ പോകുന്നത് കാണിക്കാൻ പറ്റിയില്ല. അങ്ങനെ അമ്മ വർക്കിന് പോവുകയാണ്. എനിക്കിനി എൻ്റേതായ ഇതാണ്ടോ യാദക്കുട്ടൻ ഒപ്പിച്ച പണികൾ, അടിക്കൽ തുടയ്ക്കൽ ആസ് യൂഷ്വൽ എന്നുമുള്ള പണികൾ തന്നെ. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. നമുക്ക് അമ്മ പോകുന്നത് കാണിക്കാം. അതോടെ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. യാതുട്ടാ ടാറ്റ പറയും മമ്മിയോട്. ടാറ്റ. ഇനി അമ്മമ്മ പോവോടെ അംഗമാണ്, മമ്മയുടെ പോവാൻ വേണ്ടിയിട്ടുള്ള അംഗം. പിന്നെ ഇത് വരുമ്പോഴേ പാപ്പ് വെച്ചിട്ട് വരും അമ്മ എടുക്കാം യാതുവിനെ. വാ നമുക്ക് ടാറ്റ പോവാം. ടാറ്റ. യാതു വന്നോളൂ കേട്ടോ. അമ്മ ടാറ്റ പോവാ. അമ്മ പോണേ. അമ്മ ഓട്ടോറിക്ഷ വന്നു, നമുക്ക് പോവാം ഓട്ടോയില്. അയ്യോ ഓട്ടോ, അയ്യോ ഓട്ടോ വന്നു. അങ്ങനെ അമ്മയുടെ അമ്മ ഇനി വേഗം പോയിക്കോളൂ. പീകോക്കിന്റെ സൗണ്ട് എവിടെയാ? അത് ശരി, ടാറ്റാ. മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ. അത് ടാറ്റ കൊടുത്തേ മമ്മയ്ക്ക്. ടാറ്റ പറയൂ മമ്മയോട്. ടാറ്റ പറഞ്ഞേ. അത് സാരില്ല പോയിക്കോളൂ. പറഞ്ഞേ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. Day 2.
ഡേ 2 നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ ഡേ 7 വരെ എടുക്കാൻ പറ്റണം എന്നാണ് ആഗ്രഹം. നമുക്ക് നോക്കാം. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ പറഞ്ഞത്.